ഹലോ എവ്രി വൺ. ഇന്ന് ആലു പൊറാട്ടയും ഗ്രീൻ ചട്നിയുമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. എൻ്റെ ഈ കെൻവുഡിൻ്റെ ചോപ്പറിലാണ് ഇപ്പോൾ ഞാൻ ചോപ്പ് ചെയ്യാൻ പോകുന്നത്. ഇത് നല്ല യൂസ്ഫുള്ളാണ്. ഈ 2 ബ്ലേഡും കൂടി ഉള്ളത് കാരണം നമുക്ക് എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടും. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഉള്ളി, പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, മല്ലിയില ഇതാ ചോപ്പ് ചെയ്തെടുക്കുകയാണ്. കണ്ടില്ലേ, നല്ല ഫൈനായിട്ട് അങ്ങോട്ട് ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പൊട്ടേറ്റോയും ഞാൻ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മാവ് ഇതാ എൻ്റെ കിച്ചൺ സ്റ്റാൻഡിലാണ് ഞാൻ കുഴയ്ക്കുന്നത്. മാവും ഉപ്പും വെള്ളവും ഇട്ട് കൊടുത്ത് ഇതാ അങ്ങനെ നമ്മുടെ മാവും റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ ഡോ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അകത്തെ ഫില്ലിങ് തയ്യാറാക്കാം. പൊട്ടേറ്റോ നന്നായിട്ട് അങ്ങോട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മാഷ് ചെയ്ത് കൊടുക്കാം. ലംസ് ഒന്നുമില്ലാതെ മാഷ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ അണിയനും ബാക്കി സാധനങ്ങളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാല, പിന്നെ കസൂരി മേത്തി, പാകത്തിന് ഉപ്പും ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിച്ചെടുത്തു. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. ഇതിപ്പോൾ നമുക്ക് ബോളായിട്ട് ഉരുട്ടിയെടുക്കേണ്ട പാകത്തിനായി. നമ്മുടെ ചപ്പാത്തിയുടെ മാവും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചപ്പാത്തിക്ക് ഇതാ ഇങ്ങനെ ഉരുട്ടി പരത്തി കുറച്ചൊന്ന് പരത്തി എന്നിട്ട് അതിലേക്ക് ഒരു ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. മുകളിൽ വന്ന എക്സ്ട്രാ ഭാഗം ഒന്ന് മാറ്റിയേക്കാം. എന്നിട്ട് നമുക്ക് പരത്തിയെടുക്കാം. എനിക്ക് ആദ്യമൊക്കെ റൗണ്ടിൽ വന്നു, പിന്നെ ഫൈനലാകുമ്പോൾ റൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഇതിലേക്ക് ഇതാ ഗീ ഇങ്ങനെ തേച്ച് കൊടുത്തു. അങ്ങനെ നമ്മുടെ ആലു പൊറാട്ട അതാ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സോഫ്റ്റുമാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ അങ്ങനെ അവിടെ പരത്തലും ചുടലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഗ്രീൻ ചട്നി ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ആലു പൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞ ശേഷമാണ് ഗ്രീൻ ചട്നി ഉണ്ടാക്കാനായിട്ട് പോയത്. അതിലേക്ക് ഇപ്പം ഞാൻ മിൻറ്റ് ലീവ്സ്, കൊറിയാൻഡർ ലീവ്സ്, പിന്നെ നമ്മുടെ പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു 4 ഗാർലിക്കും എടുത്തു. ഒരു 1 ടേബിൾ സ്പൂൺ നമ്മുടെ പീനട്ട്സ് നിലക്കടലയും ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു 1/2 നാരങ്ങയുടെ നീര് അതും എടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തു. അങ്ങനെ നമ്മുടെ ഗ്രീൻ ചട്നി ആലു പൊറാട്ടയ്ക്കുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.